ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്ത മെയിൻ സ്ഥലം. ഈ ഒരു ഷർട്ടാണ് നമ്മൾ ഇതിൽ ഇട്ടിട്ട് പ്രൂഫ് കാണിക്കാൻ പോണത്. ഗ്യാരണ്ടിയാണ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ മെയിൻ വാഷിംഗ് മെഷീന്റെ മോട്ടറാണ് ഈ കാണുന്നത്. കൺഫേം ആയിട്ട് 100% റിസൾട്ട് കിട്ടും. അതൊക്കെ ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. 5 മണിക്കൂർ ഓടിച്ചാലാണ് 1 യൂണിറ്റ് കറണ്ട് പോകുന്നത്. 3100 രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ, അതും 10 വർഷം വാറണ്ടി. ഇവിടെയേ മാനുഫാക്ചറിംഗ് നോക്കണ എല്ലാ സാധനങ്ങളും ഉണ്ട്. മലയാളി എന്ന് പറയുമ്പോഴേക്ക് എവിടെ കണ്ടാലും ഓടി വരും. കണ്ട നമ്മുടെ മലയാളി ചേട്ടൻ. മാനുഫാക്ചർ റേറ്റിന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ എത്ര വർക്കേഴ്സ് ഉണ്ട് ഇവിടെ? ഇവിടെ 70-80 ആൾക്കാരുണ്ട്. ഇതാണ് ടേബിൾ ടോപ്പ്, ഇത് വന്ന് ടിൽറ്റിംഗ് ആണ്. അടുത്തേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കോളർ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3100 രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ, അതും 10 വർഷം വാറണ്ടി. കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, ഇത്രയ്ക്കും റേറ്റ് കുറവിന് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് ഡയറക്റ്റ് മാനുഫാക്ചറിങ് ഫാക്ടറിയിലേക്കാണ് വന്നിരിക്കുന്നത് വാഷിംഗ് മെഷീൻ്റെ കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ പേര് അറിയണ്ടേ? ഉദിതി വാഷിംഗ് മെഷീൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഫാക്ടറിയിൽ പോയിട്ട് ഇവരുടെ മാനുഫാക്ചർ കാര്യങ്ങളൊക്കെ നോക്കണം. അതും 10 വർഷം വാറണ്ടിയും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരാണ്. അപ്പോൾ ഇത് കോയമ്പത്തൂരായാലും ഡയറക്റ്റ് ഇങ്ങോട്ട് വരണോ? വേണ്ട, നമുക്ക് നമ്മുടെ സ്ഥലത്ത് എത്തിച്ചു തരും. ഇവർക്ക് എല്ലാ സ്ഥലത്ത് ബ്രാഞ്ചസ് ഉണ്ട്. ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ഇവർ തന്നെ ഓൺ ഷോപ്പ് ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മീഡിയേറ്റർ പോലും ഇല്ലാണ്ട് നമുക്ക് ഫാക്ടറി പ്രൈസിന് വാഷിംഗ് മെഷീൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആളെ ഒന്ന് കിട്ടണം നമുക്ക്. ഇവിടുത്തെ ഓണറാ സ്റ്റാഫ് ആരെങ്കിലും? ഹലോ, ഇങ്ങോട്ട് വാ. ഇവിടെ കണ്ട ഡിഫറെൻറ്റ് കളേഴ്സിൽ ഉദിതി വാഷിംഗ് മെഷീൻ, പല കളേഴ്സൊക്കെ കണ്ട് ഇതിൻ്റെ എന്തൊക്കെ ഉദ്ദേശം നമുക്ക് അറിയില്ല ഡീറ്റെയിൽ ആയിട്ട്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കാം. ഇപ്പോൾ ഇതൊന്ന് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഹായ്, എന്താ വിശേഷം? സുഖം. നിങ്ങൾ സുഖമാണ്? തമിഴ് മലയാളം കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാം. സുഖം. ഞങ്ങളുടെ കേരള വ്യൂവേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കും. കേരളം മാത്രമല്ല, ഹോൾ വേൾഡിലുള്ള ആൾക്കാർ കാണുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ഉദിതി മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് ഇത്. ഇവിടെ ഇത് കോയമ്പത്തൂരിൽ ഉണ്ട്. ഞങ്ങളുടെ വാഷിംഗ് മെഷീന്, പമ്പ്, ഗ്രൈൻഡർ, ഇതൊക്കെ വന്ന് മാനുഫാക്ചർ ചെയ്യേണ്ട യൂണിറ്റ് ആണ് ഇത്. നമുക്ക് ദോശ, ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഗ്രൈൻഡർ, അതുപോലെ തന്നെ മോട്ടോർ പമ്പ്, വാട്ടർ പമ്പ് തള്ളണത്, ഇതൊക്കെ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ ഇത് കുറച്ച് വെറൈറ്റി ആണ്. 3100 പ്ലസ് GST നമുക്ക് വാഷിംഗ് മെഷീൻ കിട്ടും. അതും 6 kg, 8 kg, 9 kg. അപ്പൊ ഇതിൽ ഈ ബസർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, ഈ ലൈറ്റ് കാര്യങ്ങൾ, ഇതെന്താ അതിലില്ല? இதில் வந்து 8 kg 6 kg பஸர் வராது. இதுக்கு 9 kgக்கு மாத்திரம். இதுக்கு ஒரு அட்வான்ஸான மாடல், அதுக்கு மாத்திரம் பஸர் வரும். ஓகே. அப்ப അതിൽ ഡിഫറെന്റ് കളേഴ്സ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? കസ്റ്റമർ ഇഷ്ടപ്പെട്ട കളർ ഞങ്ങൾ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കും. അതാണ് ഇത്ര കളർ ഉണ്ട്. ഡിഫറെന്റ് കളേഴ്സ് വെച്ചിരിക്കുന്നത്. അല്ലാണ്ട് കളേഴ്സിന് പ്രത്യേകത ഒന്നുമില്ല. വർക്കിംഗ് കണ്ടീഷൻ സെയിം തന്നെ. അപ്പൊ ഇതിന്റെ മാനുഫാക്ചറിങ് എവിടെയാണെന്ന് നോക്കാം. കുറെ കളേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫാക്ടറിയിലാണ്. ഫാക്ടറി റേറ്റിന് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇവിടെ കയറി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വാഷിംഗ് മെഷീന്റെ അടിയിലത്തെ പോർഷൻ ആണ് കേട്ടോ ഈ കാണുന്നത്. മൊത്തം ബ്ലൂ വേണോ, പിങ്ക് വേണോ, ഗ്രീൻ വേണോ, അങ്ങനെ പലതരം. ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇവിടെ അത് ബസർ നിങ്ങൾ നോക്കിയില്ല, അത് ഓരോ പ്രോഡക്റ്റ് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഫിറ്റ് ചെയ്യും. ഓക്കെ, ഫുൾ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ്. ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്യും ഓരോ പ്രോഡക്റ്റും. പിന്നെ ഇവിടെ ഇത് വന്ന് ടൈമർ ഫിറ്റ് ചെയ്ത സ്ഥലമാണ് അത്. പിന്നെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ബസർ ഫിറ്റ് ചെയ്യും. പിന്നെ ഉള്ള കണക്ഷൻ കൊടുക്കും. കണക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സ്പേസ് ആണ്. വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്യണം. ഇത് നമുക്ക് അപ്പൊ ഇത് ബസർ ഫിറ്റ് ചെയ്യണ സ്ഥലം. ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് വരും. അപ്പൊ ഫുൾ മാനുഫാക്ചറിംഗ് ആണ്. മാനുഫാക്ചർ റേറ്റിന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കறனால ഇന്റർമീഡിയറ്റ് ആരും ഇല്ലാதனால ഇവിടെ പ്രൈസ് കുറച്ചായിട്ട് കൊടുക്കും. മീഡിയേറ്റർ പോലും ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി. അപ്പൊ പെർഫെക്റ്റ്. ഇനി ഇത് അപ്പൊ ഒരു സ്പേസ്. ഇതിൽ നമുക്ക് ഏതൊക്കെ കളേഴ്സ് വേണമെന്ന് വെച്ചാൽ ആ കളേഴ്സ് ഒക്കെ ചൂസ് ചെയ്യാം. ഇതൊക്കെ അടിയിലത്തെ ഒരു പോർഷനെ കാണാം. അങ്ങനെ ബ്ലൂ, പിങ്ക്, അങ്ങനെ എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. എവിടെന്നെങ്കിലും ഒക്കെ ഇങ്ങോട്ട് പോര്. പിന്നെ ഇവിടെ എന്താ സംഭവം നടക്കുന്നത്? ഇവിടെ ബോട്ടം ഒക്കെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇത് വാഷർ തണ്ണി പുറത്തേക്ക് പോകുന്ന സ്ഥലത്തെല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഫിറ്റ് ചെയ്യും. ലബർ ക്ലീനിങ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തതിന്റെ ആണല്ലേ ഇതെല്ലാം വേസ്റ്റ് ആണ് കിടക്കുന്നത്. അത്രയും ഫുള്ളാ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് മാത്രം ഫിറ്റിംഗ് പോകും. ഫൈനൽ പ്രോസസ്സിംഗിലേക്ക് കിടക്കുള്ളൂ. അപ്പൊ വാഷറൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ലുക്ക് നമുക്ക് നോക്കാം. ഇവിടെ വർക്കേഴ്സ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര വർക്കേഴ്സ് ഉണ്ട് ഇവിടെ? ഇവിടെ 70-80 ആൾക്കാരുണ്ട്. 70-80 ആൾക്കാർ, സ്റ്റാഫുമാർ. ഒരു നാளைக்கு 400
மிஷின் கிட்ட மேனுஃபேக்சர் செய்யற வாஷிங் மிஷின் വാഷിംഗ് ஆமா മെഷീൻ இந்தியா 1 ஃபுல்லா ഡേ 400 400 വാഷിംഗ് മെഷീൻ അത് 1 ഡേ 400 വാഷിംഗ് മെഷീൻ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഈ ഏരിയ ഇത് ഇത് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്ത മെയിൻ സ്ഥലം ഇവിടെ സ്ഥലം. ഓക്കേ ഓക്കേ. ഇതാണ് ബോട്ടം. ഇത് ബോട്ടം ഇവിടെ കണക്ഷൻ ചെയ്തിട്ട് പിന്നാണ് നെക്സ്റ്റ് പ്രോസസ്ക്ക് പോകും ഇവിടെ. ഓക്കേ. അത് കപ്പാസിറ്റർ ഇതാണ് കപ്പാസിറ്റി എല്ലാമേ ISO സർട്ടിഫിക്കറ്റ് ഉള്ള കപ്പാസിറ്റർ ആണ്. നിങ്ങൾ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയും എല്ലാ പ്രോഡക്റ്റും ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ആയ പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യും. ISI മാർക്കോട് കൂടിയിട്ടാണ് കപ്പാസിറ്റർ വരെ വെക്കുന്നത്. അപ്പോൾ അത് ഫുൾ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ വയറൊക്കെ കണ്ടോ ബൾക്കായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഫാക്ടറിയിലത്തെ ഒരു രീതിയിൽ തന്നെയാണ്, ഫാക്ടറി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വയർ ഫിറ്റ് അതുപോലെ തന്നെ കപ്പാസിറ്റർ ഇതാ. അപ്പോൾ അത്രയ്ക്കും ലോ പ്രൈസിന് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റും. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തോ. അത്രയ്ക്കും പെർഫെക്റ്റ് കണ്ടീഷനോട് കൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതൊരു മെയിൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രോസസ് പിന്നെ മോട്ടർ മോള് ഫിക്സ് വൈൻഡിങ് എല്ലാം ഒക്കെ ചെയ്ത് പിന്നെ താള കൊണ്ടുവന്ന് ഇവിടെ മോട്ടർ കട്ട ഇതെല്ലാം ചെയ്ത് അപ്പൊ മെയിൻ വാഷിംഗ് മെഷീന്റെ മോട്ടറാണ് ഈ കാണുന്നത്. മെയിൻ വാഷിംഗ് മെഷീന്റെ മോട്ടർ അത്യാവശ്യം വെച്ചിട്ടുണ്ട് കേട്ടോ മോട്ടറിന്. അപ്പൊ ഇത് ഫൈനൽ പ്രോസസ്സിംഗിൽ കഴിഞ്ഞാൽ അതിന് മെയിൻ മോളിലായിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 2 ഫ്ലോർ ഫുൾ മാനുഫാക്ചറിങ് ആണ്. 2 ഫ്ലോറിൽ മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് ഇത് വൈൻഡിങ് ഫിറ്റിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മുകളിൽ. അപ്പൊ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ശരിക്കുള്ള പോർഷൻ. അതെ, ഇത് ഫിറ്റിംഗ് ചെയ്ത പോർഷൻ ആണ്. ശരിക്കുള്ള പോർഷൻ അതാണ്. അപ്പൊ നമ്മുടെ ഇതിന്റെ പേര് വരുന്നത് ഉദിത്തിയാണ്. അപ്പൊ ഇത് ഡിഫറെന്റ് കളർ എന്താ? ഇത് 9 kg ഉണ്ട്, ഇത് 8 kg ഉണ്ട്. അതുപോലെ ഡിഫറൻസ്. 9 kg വരുമ്പോ വൈറ്റ് പ്യൂർ വൈറ്റ്. ഇത് റയർ മോഡലാണ്. ഇതിന്റെ മെറ്റീരിയൽ എന്താ? ഇത് ABS. കാറിന്റെ ഡോർ എല്ലാം ഒക്കെ അറിയില്ല, അതിന്റെ മെറ്റീരിയൽ ബ്രേക്ക് അൺബ്രേക്കബിൾ ആണ്. ഇത് താളിട്ടാലും ഉടയാത്. നിങ്ങൾ ഇട്ട് നോക്കാം. ഒന്നും കുഴപ്പമില്ല, ഇവിടെ നോക്കാം. എല്ലാം ഗ്യാരണ്ടിയാണ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അത്രയും പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ അൺബ്രേക്കബിൾ ആണ്. നോർമലി നമ്മുടെ വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുറത്തൊക്കെ റേറ്റ് ഷോറൂമിലൊക്കെ പോകുമ്പോൾ നമുക്ക് 10,000 12,000 15 ആ റേഞ്ചിലൊക്കെ പോവാം. പക്ഷെ ഇവിടെ റേറ്റ് കുറവിന്, ഇത്രയും റേറ്റ് കുറവിന് നല്ല റേറ്റ് കുറവ് മാത്രമല്ല എല്ലാത്തും ഗ്യാരണ്ടിയാണ് പ്രോഡക്റ്റ് ആണ്. എങ്കിൽ പ്രോഡക്റ്റ് ഞങ്ങൾ ഗ്യാരണ്ടി 10 വർഷം ഗ്യാരണ്ടി. അപ്പൊ ഇത് വാഷ് ചെയ്യുന്നതിന്റെ പ്രൂഫ് കാണിച്ചു തരാം. തുണിയൊക്കെ ഇട്ടിട്ടുള്ളതിന്റെ പ്രൂഫ് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ഇത് ഇവിടെ എന്താ ഇവിടെ അത് ഉള്ള சுத்துற இம்ப்ளர் இவடையா ஃபிட் செய்யும். நீங்கள் നോക്കണം. ഇത് തണ്ണി ലീക്കേജ് ആകാതിരിക്കാതെ ഇവിടെ ഓയിൽ സീൽ ഫിറ്റ് ചെയ്യും. അത് ഫിറ്റ് ചെയ്യണതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇത് ശരിക്കും ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കാണിക്കും. അപ്പൊ ശരിക്കും നമ്മുടെ തുണി ഇതിലേക്കാണ് സുത്തിത്തരും. ഇതിങ്ങനെ ഇങ്ങനെയാവും കേട്ടോ. അപ്പൊ ശരിക്കും അത് ഇതാ ഇങ്ങനെ തിരിയുമ്പോഴാണ് നമ്മുടെ തുണികളൊക്കെ ക്ലീൻ ആയിട്ട് വരാം. അപ്പൊ അത് ആന്റി ക്ലോക്ക് വൈസ് 30 സെക്കൻഡ് ആന്റി ക്ലോക്ക് വൈസ് എത്തും, 30 സെക്കൻഡ് ക്ലോക്ക് വൈസ് എത്തും. അങ്ങനെ കേട്ടോ. അപ്പൊ 30 സെക്കൻഡിന്റെ ഒരു കണക്കാണ് വരുന്നത്. എന്തായാലും ഓവറോൾ ഇഷ്ടമായി. ഇതാണ് ശരിക്കും ഉള്ളിലത്തെ നമ്മുടെ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കാര്യങ്ങൾ. ഇനി ഇതില് മോട്ടോർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഒരു പ്രോസസ്സിംഗിലേക്ക് നോക്കാം നമുക്ക്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ നിങ്ങളുടെ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ. പിന്നെ ഇത്ര ചെറുതാണെങ്കിലേ ഈ 9 kg എന്നൊക്കെ പറയുമ്പോൾ സ്പേസ് അതിൽ സെയിമാ കാണുന്നത്. എന്താണ് ഡിഫറൻസ്? அது மோட்டர் மாத்திர டிஃப்ரென்ஸ். இப்போ 6 கிலோண்டா வந்து 1/4 HP மோட்டர், 9 கிலோண்டா 1/2 HP மோட்டர். இது போக டிஃப்ரெண்டான டைப்ல மோட்டர் ഉണ്ട്. ஸ்பேஸ்ல டிஃபரன்ஸ் இல்ல. துணி கூட லைட் இட முடியும். 9 கிலோ இருக்கும்போது நீங்க 10 துணி இடலாம். 6 கிலோ இருக்கும்போது 3 துணி 4 துணி இது மாதிரி டிஃபரன்ஸ் வரும். மோட்டர் டிஃபரன்ஸ் கேஜில டிஃபரன்ஸ் வந்து മോട്ടറിന്റെ ഡിഫറൻസ്. அது மோட்டர் டிஃபரன்ஸ் நான் உங்களுக்கு മോളെ കാണിക്കാം. അപ്പോൾ മോട്ടറിന്റെ ഡിഫറൻസ് കൂടി ഉണ്ട് ട്ടോ. അപ്പോൾ 9 kg എന്ന് പറയുമ്പോൾ പക്ക പെർഫെക്റ്റ് ആയി. അപ്പോൾ ഇനി അടുത്തൊരു സ്പേസിലേക്ക് പോയാൽ ഇവിടെ മോട്ടറിന്റെ തന്നെയാണോ ചെയ്യുന്നത്? ഇവിടെ മോട്ടർ വാഷിംഗ് മെഷീൻ ഇവിടെ എല്ലാം ഒക്കെ ഇവിടെ ഫിറ്റ് ചെയ്യും. ഇവിടെ തന്നെ ഫിറ്റ് ചെയ്യണം. ഇത് നമ്മൾ നിൽക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്? ഇവിടെ ഇത് കോയമ്പത്തൂർ ചിന്നവരമ്പട്ടിയിലുണ്ട്. ചിന്ന വേടംപട്ടി. ഇവിടെ മാനുഫാക്ചർ യൂണിറ്റ് കേരള ഒക്കെ ഷോപ്പ് ഉണ്ട്. അവിടെ എറണാകുളത്തുണ്ട്, കോഴിക്കോട് ഉണ്ട്, തൃശ്ശൂർ ഉണ്ട്, പിന്നെ കൊല്ലം അടുത്തടുത്ത് വരും. പിന്നെ പാലക്കാട് അവിടെ എല്ലാവർക്കും ഡെലിവറി കിട്ടും. എവിടെ ആയാലും നമുക്ക് ഓൺലൈൻ ഡെലിവറി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യണം? ഞാൻ നമ്പർ കൊടുക്കാം. ആ നമ്പറൊക്കെ വിളിച്ചാൽ മതി. സ്ക്രീനിൽ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഒരു ദിവസം 2 ദിവസത്തിലേ ഞങ്ങൾക്ക് വീട്ടിൽ ഡെലിവറി ചെയ്തു. ഇപ്പൊ ഇത് ഫാക്ടറി ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരു പീസ് ആയാലും നമുക്ക് മേടിക്കാൻ പറ്റും. അങ്ങനെ ബൾക്കായിട്ട് എടുക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഫാക്ടറി പ്രൈസിൽ നമുക്ക് അത് ഡെലിവറി ചെയ്ത് നമ്മുടെ സ്ഥലത്ത് അതും പക്ക പെർഫെക്റ്റ് പാക്കിങ്ങോട് കൂടിയിട്ടായിരിക്കും
വരുന്നത്. ഇതുപോലത്തെ ബോക്സ് പാക്കിംഗ്, അതെ ഇതേപോലത്തെ ബോക്സ് ഉണ്ട്. ഇതുപോലത്തെ ബോക്സ് പാക്കിങ്ങിൽ നല്ല പെർഫെക്റ്റ്, ഒരു അനക്കം പോലും ഇല്ലാണ്ടായി. എല്ലാ തെർമോക്കോള് സൈഡ് പില്ലർ എല്ലാം ഒക്കെ വെച്ചതാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വാഷിംഗ് മെഷീന്റെ അടിയിലത്തെ പോർഷൻസ് ഒക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുക. ഇനി നമുക്കൊന്ന് പ്രൂഫ് കാണിച്ചു കൊടുത്താലോ, എങ്ങനെയാ വെള്ളത്തിലിട്ടിട്ട് അതിന്റെ അഴുക്ക് പോകണ്ടോ, നമ്മുടെ തുണിയുടെ അഴുക്ക് പോകണ്ടോ എന്നൊക്കെ പ്രൂഫ് നോക്കണ്ടേ. അപ്പം പേര് കേട്ട ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പേര് കേട്ട ബ്രാൻഡ്സിന്റെ പിന്നാലെ പോവാണ്ട് ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടിയിട്ടായാലും നമുക്കിത് ഒന്ന് മേടിച്ച് നോക്കാവുന്നതാണ്. ഉദതി ബ്രാൻഡ് കൺഫേം ആയിട്ട് മേടിച്ചാൽ നിങ്ങൾ കൺഫേം ആയിട്ട് 100% റിസൾട്ട് കിട്ടും. അതൊക്കെ ഞങ്ങൾ ഗ്യാരണ്ടി ആണ്. എന്തായാലും ഞാൻ ഒരെണ്ണം മേടിച്ചു പോകണ്ടേ, എനിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ എന്താന്നുള്ളത്. എനിക്ക് തരില്ലേ? അപ്പൊ നമുക്കൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാനും ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ മൊത്തം ഉദതി വാഷിംഗ് മെഷീൻ. അപ്പൊ എന്തായാലും ഒന്ന് മാനുഫാക്ചർ സ്ഥലത്ത് പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത്. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വാഷിംഗ് മെഷീൻ മാത്രമല്ല ഗ്രൈൻഡർ, മോട്ടർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനി വെള്ളത്തിൽ കറങ്ങിയിട്ടുള്ള ഇത് നോക്കാം, ചെളിയൊക്കെ പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വരും. അപ്പൊ ഇവരിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ, നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോവാം. ഇതാ അഴുക്കുള്ള തുണിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ കോളർ നോക്കിക്കോ, ഇത് പ്രൂഫായിട്ട് നമ്മൾ ചെളി അടക്കം കളഞ്ഞിട്ടുള്ളത് കാണിക്കുന്നത്. പ്യുവർ വൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, വൈറ്റ് ചെളി പിടിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷർട്ടാണ് നമ്മൾ ഇതിലിട്ടിട്ട് പ്രൂഫ് കാണിക്കാൻ പോകുന്നത്. ഇത് 9 kg വിത്ത് ബസർ എടുക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ ഒന്ന് പോർഷൻ നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ. ഇത് ഉള്ളിലത്തെ പോർഷൻ ആണ് കേട്ടോ. ഈ സംഭവം അല്ലേ, നമ്മളിപ്പോൾ റൗണ്ട് തിരിച്ചത് അത് സംഭവം, അത് ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ചുറ്റി വരും കേട്ടോ. അപ്പൊ ഇത് ഇനി ഓൺ ചെയ്യാനായിട്ട് ആദ്യം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചോ, നമ്മൾ വെള്ളമൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പൈപ്പ് കണക്ഷൻ ആയിട്ട് നമുക്ക് അങ്ങനെയും നമ്മൾ അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി സോപ്പും പൊടി ഇടണ്ടേ? സോപ്പും പൊടി ഇട്ടു, അലക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ. സോപ്പും പൊടി ഇട്ടു. ഇനി ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് തുണി കൂടി വേറെ എടുക്കാം. ഇതൊക്കെ നമുക്ക് ഇടാൻ പറ്റില്ല. എത്ര തുണി ഇടാം? 10 തുണി ഇടാം. ഇപ്പൊ എന്റെ കയ്യിൽ 3 ഷർട്ടാണ്. ഇവിടുത്തെ വർക്കേഴ്സിന്റെ ഷർട്ട് ഊരി എടുത്തതാണ് കേട്ടോ. എന്നിട്ടാണ് നിങ്ങൾക്ക് പ്രൂഫ് കാണിക്കുന്നത്. ഇതാ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇട്ടു. ഇനി കുറച്ച് വെള്ളം കൂടി നമ്മൾ കൂടുതൽ ഇട്ടു. അത്യാവശ്യം തന്നെ ഉള്ളത് കേട്ടോ. ഇപ്പൊ 3 തുണിയാണെങ്കിൽ അതിനുള്ളത് മാത്രം മതി. ഇനി ഇത് ഓൺ ചെയ്യണ്ടേ? ഇത് തിരിച്ചാൽ മതി. 5, 10, 15 നിമിഷം ഉണ്ട്. 5 മിനിറ്റ്സ് വെച്ചാലേ മതി 3 ഷർട്ടൊക്കെ. ഇത് തിരിച്ചുട്ടോ. നമ്മളിപ്പോ 5 മിനിറ്റിനാണ് വെച്ചിരിക്കുന്നത്. അത് ആന്റി ക്ലോക്ക് വൈസ് 30 സെക്കൻഡ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അടിപൊളി. അപ്പൊ ഇത് 15 മിനിറ്റ്സ് വെച്ചോ. അപ്പോഴേക്കും നമുക്ക് മുകളിലത്തെ മോട്ടർ നോക്കിയിട്ട് വരാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇത് വരുമ്പോഴേക്കും ക്ലീൻ ആയിട്ടുണ്ടാവും. 10 മിനിറ്റ്സ് വെച്ചാൽ മതി. അല്ല, നമുക്ക് അവിടെ പോയി വരുമ്പോഴേക്കും 15 മിനിറ്റ്സ് ആവുള്ളൂ. അതുകൊണ്ടാണ് ശരിക്കും 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലീൻ ആയി കിട്ടും. അപ്പൊ മുകളില് ഫസ്റ്റ് ഫ്ലോറിൽ ഇവർക്ക് ഗ്രൈൻഡറും അതുപോലെ മോട്ടർ ഇതും കൂടി നോക്കാനുണ്ട്. അപ്പോഴേക്കും ഇതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റായി വരും. ഇത് അവിടെ കിടക്കട്ടെ. അപ്പോൾ ഫസ്റ്റത്തെ ലുക്ക് നിങ്ങൾ കണ്ടില്ലേ? ഇത് നോക്കിക്കോ, ഒന്നുകൂടി ചെയ്യണത് ഇതാണ് തിരിയുന്ന ഒരു സംഭവം. അപ്പൊ നമുക്ക് ഇനി മുകളിലേക്ക് പോയാലോ? മൂടി വെക്കണം. മൂടി വെക്കാൻ മറക്കരുത്. മൂടി വെച്ചില്ലെങ്കിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സൗണ്ട് ഒന്നും പുറത്തേക്ക് വരാതെ ഒരു തരി ശബ്ദം പോലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല ഈ ഒരു വാഷിംഗ് മെഷീൻ. മറ്റേ എൻ്റെ വീട്ടിലിരിക്കുന്ന വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഇവിടെ ഓടിച്ചു കഴിഞ്ഞാൽ അവിടെ ലിവിംഗ് റൂമിൽ കേൾക്കാൻ പറ്റും, അത്രയ്ക്ക് ശബ്ദമാണ്. ഇതിനൊരു ശബ്ദം പോലും ഇല്ല. അപ്പൊ കഴിയുമ്പോഴേക്കും ഇത് ബസർ അടിക്കും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് മുകളിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ ഗ്രൈൻഡറും അങ്ങനത്തെ സംഭവം വരും. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം അവരുടെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഓരോ വാഷിംഗ് മെഷീൻ്റെ ഓരോരോ സ്പെയർ പാർട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാക്ട് സ്ഥലം എന്ന് പറയുന്നത് ഇത് മോട്ടർ ഫിറ്റിംഗ് സ്ഥലം, വൈൻഡിങ് ഒക്കെ എല്ലാമേ ഇവിടെയാണ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് ഇവിടെ സ്റ്റോക്ക് ഇനിയും വെച്ചിട്ടുണ്ട് കേട്ടോ വാഷിംഗ് മെഷീൻ്റെ ആവശ്യമുള്ള സംഭവങ്ങൾ. ഇതാണ് വൈൻഡിങ് ആണ്. ഇത് താളം മോട്ടർ നോക്കിയില്ല, ആ സെക്ഷൻ ഇതാണ്. ഇവിടെ വൈഡിങ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഫിറ്റ് ചെയ്തു. പിന്നീട് അവിടെ ആൾക്കാരുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചേച്ചി കാണാണ്ടിരിക്കാൻ വേണ്ടി മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ലീവ് അല്ലേ? അതെ, ലീവാണ്. എല്ലാ ടേബിളില് വർക്കേഴ്സ് ഉണ്ട്. എല്ലാ ടേബിളിൽ 2-3 ആൾക്കാർ വെച്ചിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? ഇതാണ് ശരിക്കും ഫിനിഷിങ് ചെയ്തിട്ടുള്ളത് അല്ലേ ലുക്ക്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാനായിട്ട് ഇവിടെ വല്ല മലയാളി ഉണ്ടോ? മലയാളി ചേട്ടൻ ഉണ്ട്. മലയാളി ചേട്ടൻ ഓടി വരുന്നുണ്ട്. മലയാളി എന്ന് പറയുമ്പോഴേക്ക് എവിടെ കണ്ടാലും ഓടി വരും. കണ്ട നമ്മുടെ മലയാളി ചേട്ടൻ്റെ പേര്
പ്രദീപ്. ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? മോട്ടോർ കായൽ കെട്ടുന്നത്. മോട്ടറില്. ഓക്കെ, ഇതാണ് ശരിക്കും ഫസ്റ്റ് പ്രോസസിങ്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് എനിക്ക് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ഫിനിഷിംഗ് ആയിട്ട് ഫിറ്റിംഗ് സെക്ഷന് പോകും. ഫിറ്റിംഗ് ഇതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ചെയ്യുന്നുണ്ട് മോട്ടോർ. ഓരോരോ ടേബിളിൽ 3-4 ആളുകൾ വെച്ചിട്ടുണ്ട്. എന്നാലാണ് വർക്ക് ചെയ്ത് സ്പീഡില്. അപ്പൊ എത്ര ഒരു ദിവസമൊക്കെ നമുക്ക് ചെയ്യാം? 25-30 ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കുറെ ഇപ്പൊ ലാസ്റ്റ് ഫിനിഷിംഗ് ഇതാണ്. ഫിനിഷിംഗ് ചേട്ടൻ മലയാളം കറക്റ്റ് ആയിട്ട് അറിയാലോ. ഇവിടെ തമിഴ് പഠിച്ചനാല മലയാളം കുറച്ച് പിന്നാക്കായി. ശരിക്കും നാട് എവിടെയാ? നെന്മാറ. അപ്പൊ ശരി, താങ്ക് യു. ചേട്ടൻ ആ ടൈപ്പിളല്ല വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ശരി, ഇതിവിടെ കുറെ വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ട് കേട്ടോ. അത് കൂടാണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ ഫുൾ വരുന്നത് നമുക്ക് മോട്ടറിന്റെ എല്ലാതും എല്ലാ വൈൻഡിങ് സെക്ഷനാണ് വരുന്നത്. ചേട്ടന്റെ ടേബിൾ ഇതാണ്. ഓക്കെ, പിന്നെ കൊല്ല സ്റ്റോക്ക് ഓൾസോ ഉണ്ട്. ഫിനിഷിംഗ് കഴിഞ്ഞിട്ട് ഫിറ്റിംഗ് സെക്ഷന് പോകും. അവരെടുത്തിട്ട് പോകും. ഓക്കെ, ഫിറ്റിംഗ് ചെയ്യണവർ അവര് വന്നിട്ട് എടുത്തിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകില്ല. അതില് നമുക്ക് 6 kg, 8 kg, 9 kg അങ്ങനെ 3 kgയിലാണ് ഇവിടെ മോട്ടോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് ഇനി പോയി നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ ഇത് ഫുൾ വൈൻഡിങ് മോട്ടോർ വെക്കുന്ന. ഇവിടെ എല്ലാ ടേബിളിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ നിലത്ത് കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ലീവാണ്, കുറെ പേര് ഇപ്പൊ ലീവിന് പോയി. ഇതൊക്കെ ശരിക്കും എന്തിന്റെയാ? ഇത് മോട്ടർക്ക് കായിലാണ്. ഇവിടെ കുറച്ചെല്ലാം വാണി ടൈറ്റ് ആയിട്ട് ഇരിക്ക വാണി സൂത്തി പിന്നെ ഫിറ്റിംഗ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫിറ്റിംഗ് ചെയ്ത ഫിറ്റിംഗ് ഇവിടെയാണ്. അവസാനത്തെ ഫിറ്റിംഗിലെ മോട്ടറിന്റെ ഫിറ്റിംഗ് ഇവിടെയാണ് ചെയ്യുന്നത്. ഇതാണ് എക്സാക്ട് ലാസ്റ്റത്തെ ഫിനിഷിംഗ്. അപ്പൊ ഈ മോട്ടറൊക്കെ നമുക്ക് എത്ര യൂണിറ്റ് പോകും? 5 മണി നേരം ഓടുന്ന ഒരു യൂണിറ്റ് മാത്രമേ. 5 മണിക്കൂറിന് ഒരു യൂണിറ്റ്. 1 യൂണിറ്റ്. 5 hours ഒരു യൂണിറ്റ്. 5 hours നമ്മൾ വർക്കിംഗ് ചെയ്യിപ്പിച്ച ഓൺലി 1 യൂണിറ്റ് കറണ്ട് ആണ് നമുക്ക് പോകുന്നത് കേട്ടോ. ഇതാണ് ശരിക്കുള്ള ലോ വോൾട്ടേജിലും ഓടും. ഇത് ലോ വോൾട്ടേജിലും ഓടും. നിങ്ങൾക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് കാണിക്കാം. അതും വരെ ഇവിടെ ചെക്ക് ചെയ്തിട്ട് ഫിറ്റിംഗ് ചെയ്തിട്ട് പിന്നെ ചെക്ക് ചെയ്ത് പോകും. പിന്നെ ഫിറ്റിംഗ് പോകും. ചെക്ക് ചെയ്ത പ്രോസസ് ഇത് കഴിഞ്ഞോ? ഓക്കെ, ഇത് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. ഇത് കളഞ്ഞ പിന്നെ ഇവിടെ കപ്പാസിറ്റർ ഒക്കെ മാറ്റി ഇവിടെ വോൾട്ടേജ് എല്ലാം ചെക്ക് ചെയ്തിട്ട് താഴെ പോകും. കഴിഞ്ഞിട്ട് ഇത് പുറത്തേക്ക് പോകുള്ളൂ അല്ലേ? ഓക്കെ, ഇതൊന്ന് ഫിറ്റ് ചെയ്തൊന്ന് കാണിച്ചു തന്നെ. അല്ല, കറണ്ട് ഒന്ന് കാണിച്ചു തന്നെ എങ്ങനെയാന്നുള്ളതല്ലേ. ഫാൻ ഒന്ന് ഓഫ് ചെയ്ത് ഭയങ്കര ശബ്ദം. വർക്ക് ചെയ്യിപ്പിക്കുന്നല്ലേ? ഇവിടെ നോക്കണ നിങ്ങൾക്ക് അറിയും. വോൾട്ടേജ് 220 വോൾട്ടേജ് மட்டும் പോകും ഇവിടെ. അപ്പൊ 230 ആണ്. 28, 29, 30 ആ ഒരു വോൾട്ട വരുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു യൂണിറ്റ് പോകുള്ളൂന്നല്ലേ കറണ്ട്? 5 മണി നേരം ഓടുന്ന ഒരു യൂണിറ്റ് മാത്രം. 5 മണിക്കൂർ ഓടിച്ചാലാണ് 1 യൂണിറ്റ് കറണ്ട് പോകുന്നത്. അപ്പൊ കറണ്ടിന്റെ വരെ ഇവര് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് ഫിറ്റിംഗ് പ്രോസസ്സിംഗിൽ പോണത്. കണ്ടോ, ഇത് അവിടുന്ന് ആ ചേട്ടൻ അത് കഴിഞ്ഞിട്ട് അത് ഫുൾ ഫിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരി പോലും വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ. 228, 229 ആ ഒരു ഇതിലേക്ക് നിൽക്കുള്ളൂ. അടിപൊളി കേട്ടോ. ഓരോന്ന് ഫുൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് നോക്കൂല്ലേ എല്ലാതും. കപ്പാസിറ്ററൊക്കെ വെച്ച് ഇതൊക്കെ ഇനി ഫിറ്റിംഗ് താഴ്ത്തായിരിക്കും അല്ലേ? ഓക്കെ, ഇത് സെൽഫ് പ്രൈമിംഗ് പമ്പ്. ഇത് ഓപ്പൺ വെൽ പമ്പ്. ഇതും நாங்கள் ஓனா மேனுஃபேக்சர் ചെയ്യുന്നുണ്ട്. ഇത് വെള്ളத்துக்கு പുറത്തുള്ള മോള് വെച്ച് റൺ ചെയ്യുന്നത്. ഇത് വെള്ളத்துக்கு ഉള്ള വെച്ച് റൺ ചെയ്യുന്നത്. വെള്ളത്തിന്റെ ഉള്ളിൽ മോട്ടോർ വെച്ച് കിണറ്റുക്കുള്ള പോற മോട്ടർ. അപ്പോൾ ഈ വെള്ളത്തിന്റെ ഉള്ളിൽ വെക്കുമ്പോൾ ഇത് തുരുമ്പ് പിടിക്കാറ്? ഇത് അതേപോലെ ഇത് കൊടുക്കുക കോട്ടിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഒന്നും തുരുമ്പ് പിടിക്കാതെ. തുരുമ്പ് പിടിക്കില്ല. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതുപോലെ ഇത് കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന്റെ ഉള്ളിൽ ഇറക്കി വെച്ചാലും ഇപ്പൊ ഇതിന്റെ തള്ള് എത്ര വരും? ഇത് 100 അടി 100 അടിയാണ് ഇതിന്റെ തള്ള് വരുന്നത്. അപ്പൊ 100 അടിയിൽ നമുക്ക് ബിൽഡിങ്ങിനൊക്കെ യൂസ് ചെയ്യൂല, അഗ്രികൾച്ചർക്ക് യൂസ് ചെയ്യും, അതിന് യൂസ് ചെയ്യും. അപ്പൊ ഇത് വെള്ളത്തിന്റെ ഉള്ളിൽ വെക്കുന്ന മോട്ടറാണ്. അപ്പൊ ഇതിന്റെ മോട്ടറിന്റെ ഉള്ളിലത്തെ വൈൻഡിങ്ങിനെ ഒക്കെ ഇവിടെ ചെയ്യും. ഇത് കോപ്പർ വൈൻഡിങ് ആണ്, പ്യൂർ കോപ്പർ ആണ്. ഞാൻ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അറിയും. ഓക്കെ, കോപ്പറിന്റെ വൈൻഡിങ് ചെയ്തത് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഇതിന്റെ എവിടെയും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം ലീവാണ്, അതാണ് പ്രശ്നം. ഇത് ചേട്ടാ, ഇതിന്റെ കോപ്പർ വൈൻഡിങ് ഉള്ളിലത്തെ അത് എവിടെയാ? ഒരെണ്ണം കോപ്പർ കോയിലിന്റെ 1 പീസ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഇത് എന്താന്ന് ചോദിക്കാം.
ഇതെന്താ? ഇത് வந்து സെൽഫ് പ്രൈമിംഗ് പമ്പ്. ഇത് തൊട്ടിക്ക് മോളെ വെച്ച് റൺ ചെയ്യുന്ന പമ്പാണ്. കിണറിന്റെ മുകളിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. കിണറിന്റെ മുകളിൽ വെക്കലാം, ഇല്ല വീട്ടുക്ക് ടാങ്കിൽ தண்ணி ஏத்துறதுக்கோ யூஸ் ஆகும். ഇതിന്റെ അപ്പൊ എത്ര വരും? இது வந்து தாளை வந்து 30-40 அடி கிட்ட எடுக்கும். മോളിൽ തള്ളുறது வந்து 100 അടി തള്ളും. 100 അടി. അപ്പൊ അടിയിലേക്ക് വരുന്നത് നമുക്ക് 40 വരുന്നത്, മുകളിലേക്കുള്ള തള്ളു വരുന്നത് 100 കേട്ടോ. ഇതും 100 തള്ളു വരുന്നത്. പക്ഷെ ഇതിന് താഴത്തേക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം ഇത് വെള്ളത്തിന്റെ ഉള്ളിൽ തന്നെ വെക്കുന്നത്. ഇപ്പൊ ചില സ്ഥലത്ത് നിന്നൊക്കെ പറയുമ്പോൾ വെള്ളം ഇത്തിരി ഭയങ്കര കുറവായിരിക്കും. ആ സ്ഥലത്തൊക്കെ നമുക്ക് വെള്ളത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മോട്ടറാണ്. ഇനി പേര് വയസ്സ് നോക്കുമ്പോൾ പല പല ബ്രാൻഡിന്റെ ടെസ്മോ ഗിസ്മോ അങ്ങനെ പല പല ബ്രാൻഡിന്റെ. പക്ഷെ ബ്രാൻഡ് നോക്കിയിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ ഇവരുടെയും ട്രസ്റ്റ് ചെയ്യേണ്ടി വരും. അവരും ഓൺ ചെയ്യുന്നതാണ്, ഇവരും ഓൺ ചെയ്യുന്ന കാര്യമാണ്. 30 years ആയി ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. 30 yearsന്റെ മാനുഫാക്ചർ എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്നും കേടില്ല, ഒന്നും വരാതെ അതിന് ഞങ്ങൾ ഗ്യാരണ്ടി. ഇതിന് എത്ര ഇയേഴ്സിന്റെ വാറന്റിയോ ഗ്യാരണ്ടി? ഇതൊക്കെല്ലാം 1 year സർവീസ് വാറന്റിയോ 1 yearsന്റെ വരുന്നുണ്ട്. ഇതാവുമ്പോ ഇത് അപ്പൊ ഇത് വെള്ളത്തിന്റെ മുകളിൽ വെക്കാനുള്ളത് എന്ന് വെച്ചാൽ കിണറിന്റെ മുകളിൽ അങ്ങനത്തെ സ്പേസിൽ വെക്കാനുള്ളതാണ്. ഇത് വരുമ്പോ നമുക്ക് വെള്ളത്തിന്റെ ഉള്ളിൽ ഇറക്കി വെക്കാനുള്ളതാണ്. ഇതിന്റെ തള്ളു വരുന്നത് 100 തന്നെ, ഇതിന്റെ മുകളിലേക്കുള്ള തള്ളു വരുന്നത് 100 തന്നെ. വെള്ളത്തിന്റെ ഉള്ളിൽ ഇത് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അത് നോക്കേണ്ട കാര്യമില്ല. ഇതാവുമ്പോ നമുക്ക് 40 അടിയിലേക്കുള്ള വരുന്നത് കേട്ടോ നമുക്ക് വെള്ളത്തിന്റെ. അപ്പൊ രണ്ട് ഇതാണ് വരുന്നത്. കറണ്ട് ഒക്കെ ഇതിലേക്ക് എങ്ങനെ വരും? ഇത് കറണ്ട് ഒക്കെ ഓരോ 2 hours 1 hour യൂണിറ്റ് വരും. 1 hour 2 hours 1 യൂണിറ്റ്. അതും ഇതുപോലെ തന്നെ ഇത് ഈ പമ്പക്ക് 1 യൂണിറ്റ് വരും. ഇതൊക്കെ അത് കുറവാണ്. ഇത് 3 hours 4 hours വരും. 3 hours ചെറുതായിട്ട്. ഇത് കുറച്ച് അത് ഓപ്പൺ തണ്ണിക്ക് താഴായിടണമല്ലോ, അതിനാല കുറച്ച് കറണ്ട് കൂടുതലായിട്ട് എടുക്കും. ഇത് വെള്ളത്തിന്റെ ഉള്ളിൽ വെക്കുന്നത് കൊണ്ട് തന്നെ. അപ്പൊ ഇനി ഇതിന്റെ കോയിലിന്റെ ചേട്ടൻ കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോപ്പർ കോയിൽ, നമുക്ക് മോട്ടറിലൊക്കെ യൂസ് ചെയ്യാൻ. എല്ലാം ഇവിടെ തന്നെ. ഇതൊക്കെ ബൾക്ക് ഫാക്ടറി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ബൾക്ക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. പിന്നെ ഗ്രൈൻഡർ കാണിച്ചു തരാം, അത് അപ്പുറത്തുണ്ട്. ഓ, ആ സെക്ഷൻ മൊത്തം ഗ്രൈൻഡറിന്റെ സെക്ഷൻ ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ നമുക്ക് ബ്രാൻഡ് വരുന്നത് ഏതാ വരുന്നത്? മോട്ടറിന്റെ ലക്ഷ്മി ബ്രാൻഡ് തന്നെ. ലക്ഷ്മി ബ്രാൻഡിൽ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഇനി ഗ്രൈൻഡറിന്റെ സെക്ഷൻ ആണ് വരുന്നത്. അതില് 2 തരം കാണുന്നുണ്ട്. ഒരെണ്ണം ടേബിൾ ടോപ്പ് ഒന്ന്, ടിൽറ്റിംഗ് ഒന്ന്, പിന്നെ ഒരെണ്ണം ടിൽറ്റിംഗ്. അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. ഇതാണ് ടേബിൾ ടോപ്പ്, ഇത് வந்து ടിൽറ്റിംഗ് ആണ്. என்ன டிஃபரண்ட் ഇത് വെളിയിലത്തെ ഡയറക്റ്റ് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് അതിൽ ക്ലീൻ ആയി പോകും. നമുക്ക് അതിലേക്ക് മാവ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പാത്രത്തിൽ ഇടാം. അതെ അതെ. പിന്നെ ഉള്ള ആൾട്ടർനേറ്റർ വരും, കോക്കനട്ട് സ്ക്രാപ്പർ വരും. ഈ ചപ്പാത്തി മാവിന്റെ പസേലിന്റെ ഐറ്റം ആണ് ഇത്. ഇത് കോക്കനട്ട് കോക്കനട്ട് ഗ്രൈൻഡ് ചെയ്യാനുള്ളത്. അതുപോലെ ചപ്പാത്തി മാവ് കുഴക്കാൻ വേണ്ടിട്ട് കൈയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാവ് കുഴച്ചെടുക്കാനും അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. റേറ്റ് പറയാൻ പറ്റും? അത് 2900 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 3900. ഈ പ്രൈസിക്ക് എവിടെ കിട്ടാൻ നിങ്ങൾ ഓൺലൈൻ ചെക്ക് ചെയ്താൽ നോക്കൂ, 7000 രൂപ 8000 രൂപ കിട്ടാൻ വരും. ഇവിടെയേ മാനുഫാക്ചർ നിങ്ങൾ നോക്കുന്ന എല്ലാ സാധനവും ഉണ്ട്. നോക്കണ തരും. ഇവിടെയേ ഫിക്സ് ചെയ്ത് ഇത്, അതിനാல മാത്രം ഇവിടെ റേറ്റ് കമ്മിയായിട്ട് കൊടുക്കാൻ முடியும். മീഡിയേറ്റർ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഫാക്ടറി പ്രൈസിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ മാനുഫാക്ചർ ചെയ്ത സ്ഥലത്ത് എല്ലാം ചെയ്ത് എല്ലാം ഇവിടെ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ നാളെ ആൾ വന്നാണ് എല്ലാം ചെയ്ത് ഡിസ്പാച്ച് ചെയ്യും. ഓക്കെ. ഇത് ഓരോന്ന് ഫുള്ളായിട്ട് ഇവിടുത്തെ വർക്കേഴ്സ് ലീവാണ്. പ്രത്യേകിച്ച് ഇന്ന് സൺഡേയും കൂടിയാണ് ഞാൻ വന്ന ദിവസം. അപ്പോൾ കുറേ പേരൊക്കെ കല്യാണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ട്. ഇവിടെ 40 വർക്കേഴ്സാണ്. 70 to 80 വർക്കേഴ്സ്. അതിലിപ്പോൾ കുറച്ച് വർക്കേഴ്സിനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിന്റെ കൂടെ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ മൂടി വരുന്നതായിരിക്കും. ഇതിന് മോട്ടർ വരുമ്പോൾ ഇത് മോട്ടർ നിങ്ങൾ നോക്കിയില്ല, അവിടെ സെയിം മോട്ടറാണ്. അപ്പൊ യൂണിറ്റ് വരുന്നത് 1 യൂണിറ്റ്. സെയിം എല്ലാമേ സെയിം ആയിട്ട് தான் വരും. വ്യത്യാസമൊന്നുമില്ല. ഇനി ഇത് വരുമ്പോൾ നമുക്ക് എന്താ ടേബിൾ ടോപ്പ് ആണ് ഇത്. ഡ്രം മാത്രം പുറത്തേക്ക് വലിയ അടുത്തേക്ക് വന്നാലേ നമുക്കത് ഡീറ്റെയിൽ ആയി മാവ് ചെയ്ത് കളഞ്ഞ പിന്നെ ഇത് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഊരണം. സെപ്പറേറ്റ് ആയിട്ട് ഇത് ഉരുവിട്ട് ഇത് മോളെടുത്താൽ മതി. ഇത് ക്ലീൻ ചെയ്ത് തിരിച്ചു മാറ്റാം. ഓക്കെ. അപ്പൊ ഇത് സെപ്പറേറ്റ് ഊരിയിട്ട് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതും കല്ല് തന്നെ, കരിങ്കല്ല് അല്ലേ? കരിങ്കല്ലാണ്. ഇത് കരിങ്കല്ല് തന്നെ. പിന്നെ ഇത് 2 കല്ല്. ഇത് കരിങ്കല്ല് സെയിം ഐറ്റം ആണ്. നല്ല വെയിറ്റും ഉണ്ട്. അപ്പൊ അങ്ങനെ 2 കല്ലിന്റെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടിയിലൊരു കല്ല്. നിങ്ങൾക്ക് റൺ ചെയ്ത് കാണിക്കാം. ഓക്കെ. ഇതാണല്ലേ ഫസ്റ്റ് വെക്കേണ്ടത്. ഇതിനും വെയിറ്റ് ഉണ്ട് കേട്ടോ. അടിയിൽ കല്ലായതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് മുകളിലേക്ക് എടുക്കണം എന്ന് മാത്രമേ. മാവെല്ലാം കുറച്ച് 15 നിമിഷത്തുള്ളിൽ നീറ്റായിട്ട് അരക്കും. ഇത് എത്ര ഇതുവരെ മാവ് നമുക്ക് കുഴക്കാൻ പറ്റും? 1 കിലോ അരിശിപ്പൊടി. 1 കിലോ
ഓക്കെ. ഇത് 1 കിലോ പോட்டுக்கலாம், ഇത് 1.25 കിലോ പോட்டுக்கலாம். 1.25. ഓക്കെ. ഇത് കുറച്ച് ടൈറ്റ് ചെയ്തിട്ട് ഇത് ടൈറ്റ് ആൺ ചെയ്ത് കാണിക്കാം. ഇത് ബട്ടൺ ആൺ ചെയ്ത് ആണാവും. ഇവിടെ തന്നെ ഓഫ് ചെയ്താൽ മതി. പിന്നെ ഈ ഗ്രൈൻഡറിൽ என்ன வித்தியாசம்னா ஒரு ஆட் செய்துட்டு நன்னாகும் போது நீங்கள் மாவை கீழே தாளை கொட்டிட்டு மறுபடியும் வெள்ளை உள்ள விட்டு க்ளீன் செய்துட்டு பின்ன லாக் செய்து ഇത് ക്ലീൻ ചെയ്ത പർപ്പസ്ക്ക് നല്ല ഈസിയാണ്. ഓ ഇത് ഭയങ്കര ഈസി കൂടിയാണ്. രണ്ടിനും മോട്ടർ ഇത് മോട്ടർ കൂടുതലാണ്. ഇത് 1.25 കിലോ അരിച്ചു പോടலாம். അത് வந்து മോട്ടർ കുറച്ച് കമ്മിയാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ 2 ടൈപ്പാണ്. കളേഴ്സും ഇഷ്ടംപോലെ ചൂസ് ചെയ്യാം. കളേഴ്സ് ഉണ്ട്. ഇത് പിങ്ക് കളർ ഇവിടെ നോക്കണം. 2 കളർ ഓപ്ഷൻ. ഇവിടെ പിങ്ക് കളർ ഉണ്ട്, ഇത് ഓറഞ്ച് കളർ ഉണ്ട്. പിന്നെ മോഡൽ മറ്റൊരു മോഡൽ ഉണ്ട്. ഒരു മോഡൽ കൂടി ഉണ്ട് അല്ലേ? 3 മോഡൽസ് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ? അത് എവിടെയൊക്കെയോ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാ ഇത് ഫുള്ള് മുകളിലത്തെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല? ഇത് ഫുള്ള് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ഒരു മോഡൽ കൂടി எல்லாமே ஃபுட் கிரேட் ஆன ஸ்டீலாണ്. ஏன்னா நீங்க ஃபுட் ஐட்டம் ஆக்குறது ഫുഡ് ഗ്രേഡ് ആണ് സ്റ്റീൽ. അതാ ഞാൻ എടുത്ത് ചോദിച്ചത്. അത് അവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം നമ്മൾ ഭക്ഷണ ഐറ്റംസ് ആണല്ലോ കൂടുതൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് ഇരിക്കണം. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ലീവ് ആയതുകൊണ്ട് തന്നെ ഒരു മോഡൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അത് എവിടെയൊക്കെയോ ഇരിക്കുന്നുണ്ട്. അത് അവർക്ക് തന്നെ അറിയുള്ളൂ. ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ അറിയല്ലോ അല്ലെ, സ്റ്റാഫ്. അപ്പൊ ഇതും സെപ്പറേറ്റ് ആയിട്ട് 1 പീസ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യலாம், അല്ല ബൾക്ക് ആയിട്ട് പർച്ചേസ് ചെയ്യാം. ബൾക്ക് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം. സിംഗിൾ റീറ്റെയിൽ ആയിട്ട് ഒരു പീസ് ആയിട്ടായാലും നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ 2-3 ഇതൊക്കെ കാണുന്നുണ്ട്. കുറേ ഉണ്ട് സ്റ്റീലിന്റെ നിറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, പിന്നെ വാഷിംഗ് ക്ലീൻ ചെയ്തത് ചെയ്ത് വന്നപ്പോഴേക്കും ആ കാര്യം മറന്നുപോയി കേട്ടോ. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് വരുന്നത് നമ്മളെ വാഷിംഗ് മെഷീനിൽ വെള്ളം പോകാനുള്ള ഒരു പമ്പിന്റെ അത് ഫുള്ള് ഇങ്ങനെ. അപ്പൊ അത് അവർ കട്ട് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിന്റെ ക്വാളിറ്റിയും അടിപൊളി, നല്ല ടൈറ്റ് സ്റ്റിഫായിട്ട് നിൽക്കുന്നത്, ലൂസ് ടൈപ്പ് ആയിട്ടുള്ളതല്ല. അതിന് കട്ട് കിട്ടുന്നില്ല, കടയിൽ കിടക്കാം, ഒരു രക്ഷയില്ല. അപ്പൊ നമുക്ക് താഴത്തെ പോർഷനിലേക്ക് പോകാല്ലേ. ഇവിടെ എന്താ സംഭവം? ഇവിടെ ഫിറ്റിംഗ് ചെയ്ത് ഇന്ന് ലീവാണ്. ഇന്ന് ലീവാണ്. ഫിറ്റിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ടല്ലേ തരാം? ബോക്സ് പാക്കിംഗ് ഒക്കെ എല്ലാമേ പാനി വെള്ളം ഇട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഡിസ്പാച്ച് ചെയ്യൂ. പിന്നെ അതാ ഇതുപോലെ ഇത് കുളിയിൽ വെച്ച് സെറ്റ് ഡാമേജ് ഒക്കെ അല്ല വരാതെ നീറ്റായിട്ട് പാക്കിംഗ് ചെയ്യും. പാക്കിങ്ങിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് അതെ. ഇപ്പൊ ഇതില്ല, ഇതൊക്കെ ഫുൾ ഇങ്ങനെ ഉള്ളിൽ ഐറ്റം വെച്ചിട്ട് ഇത് സൈഡിൽ ഫുൾ ഫില്ല് ചെയ്ത് നിങ്ങൾ താഴെ കാണിച്ചു തരാം എങ്ങനെ പാക്കിംഗ് ചെയ്ത് എവിടെ ക്വാളിറ്റി ആയിട്ട് പാക്കിംഗ് ചെയ്ത് താഴെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ട്, സർവീസ്. നമ്മൾ സാധാരണ ഒരു ബ്രാൻഡിന്റെ ഐറ്റം മേടിക്കുമ്പോൾ നമ്മൾ സർവീസ് നോക്കാറുണ്ട്. ഒരു ജസ്റ്റ് 1 ടൈം പർച്ചേസ് അല്ല. അതിപ്പോ ഇടയ്ക്ക് ഇപ്പൊ 10 ഇയേഴ്സിന്റെ വാറണ്ടി പറഞ്ഞില്ല. അപ്പൊ അതിന് സർവീസ് എങ്ങനെ വരും? അതാണ് ഞങ്ങൾ മെയിൻ. എല്ലാ പ്രോഡക്റ്റും മോട്ടർ മാത്രമേ മെയിൻ ആണ്. അതാണ് ഞങ്ങൾ മോട്ടർക്ക് മാത്രം 10 ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. സർവീസ് കാര്യം ഒക്കെ എതുമേ വരാது. சாலிடாக 10 to 10 இயர்ஸ் சாலிடாக ரன் செய்யும். நீங்கள் ரஃப் இன்கேஸ் நீங்கள் ரஃப் யூசேஜ் செய்தால் சர்வீஸ் வந்து நாங்களே வந்து சர்வீஸ் செய்து தரோம். அது வந்து 1 இயருக்கு எக்ஸ்ட்ரா பைசா எதுவும் வெடிக்காது. மோட்டர் போனாலும் காசு வெடிக்காது, ஃப்ரீ ஆகிட்டு சேஞ்ச் செய்து. மற்ற காலிக்கு தாளை விட்டு உடஞ்சா பாடி கிட்ட நீங்கள் மிஷின் தாளை உடஞ்சா அதுக்கு வெடிக்கும், பைசா வெடிக்கும். 300 ரூபாய் 400 ரூபாய் மாத்திரம் ஆகும், அதுக்கு ஜாஸ்தி ஆகாது. ആവില്ല. അത് കംപ്ലൈന്റ് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുകൾ വന്നിട്ട് കത്തിയെടുത്ത് കുത്തേ അങ്ങനെ കോറിൽ വരെ അങ്ങനെ കരുതി കുട്ടി ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഡാമേജ് ആകുമ്പോ അങ്ങനെ. അല്ലാണ്ട് ഇതിപ്പോ ഞാൻ നിലത്ത് കാണിച്ചൊന്നുമില്ല. ഇത് നിലത്തേക്ക് ഇട്ടാലും പൊട്ടില്ല, ഡാമേജ് ആവില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുട്ടികളൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ, അവരൊക്കെ ഓരോന്ന് അങ്ങനെ ഡാമേജ് ചെയ്താൽ പൈസ 300-400 രൂപയ്ക്കിട്ട് അത് സർവീസ് ചാർജ് ആണ് മേടിക്കുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ അതിന്റെ സർവീസ്, അത് കസ്റ്റമർ സർവീസ്, പിന്നെ അതിന്റെ യൂണിറ്റ് കറണ്ട് എത്ര വരുന്നുള്ളത്, അങ്ങനെ കുറച്ച് പിന്നെ പ്രൈസ് വൈസ് നോക്കാം. പ്രൈസ് നമ്മുടെ തന്നെ എന്താ കൂടുതൽ പൈസ കൊടുത്താൽ നല്ല ഐറ്റംസ് കിട്ടും. അങ്ങനെയല്ല കേട്ടോ, ലോ റേഞ്ചിലും നല്ല ഐറ്റംസും കിട്ടും കേട്ടോ ഇവിടെ. അപ്പൊ ഇനി നമ്മുടെ വൈറ്റ് ഷർട്ട് അത് നോക്കാം. നമ്മുടെ ഇതിന്റെ ശബ്ദമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടോ, ബസർ ശബ്ദം ഇവിടെ എന്തായാവാ അലക്ക്. ഓൾറെഡി നമ്മൾ 15 മിനിറ്റ്സിന്റെ മുകളിലായിട്ടുണ്ട്. പക്ഷെ ബീപ്പ് ശബ്ദമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വീണ്ടും നമുക്കൊന്ന് കേൾപ്പിച്ചു കൊടുത്താലോ എങ്ങനെയാന്ന്? വീണ്ടും ഇവിടെ ഓൺ ആയിട്ടാ നമ്മള് പോകുമ്പോഴേക്ക് നോക്ക്. ഓ മൈ ഗോഡ്,
ഇത്രയ്ക്കും ചെളിയോ? ഒരു ഷർട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇത്രയും ചെളി. നമ്മൾ 3 ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതില് സെമി ആണ് അല്ലേ? അതെ, സെമി ഓട്ടോമാറ്റിക്. ഇത് സെമി ഓട്ടോമാറ്റിക്. പിന്നെയും എടുത്ത് പിന്നെ ഫ്രഷ് വാട്ടർ ഇട്ടിട്ട് വീണ്ടും സെമി ആയിട്ട് ചെയ്യാം. അപ്പൊ അത് നമുക്ക് എത്ര തവണ ഊരി വീണെന്ന് വെച്ചാൽ അത് മൊത്തം ഇതിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ്. പിന്നെ ഉള്ളിയെ അലാസ്റ്റിക്കലാം, ഡ്രയർ മാത്രമില്ല. ഡ്രയറും ഉണ്ട് അതിൽ. ഡ്രയർ ഇല്ല, വാഷ് മാത്രം, വാഷ് റിൻസ് മാത്രം. വാഷ് ചെയ്യുക, അതുപോലെ തന്നെ 3 തവണ 4 തവണ റിൻസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് എടുത്തിട്ട് അങ്ങനെ തന്നെ കൊണ്ട് അഴക്കേമ ഇടാനുള്ള ഓപ്ഷൻസ് ആണ്. ഡ്രയർ ഉണ്ടാവില്ല അതിൽ, അതിനുള്ള റേഞ്ച് തന്നെയുള്ളൂ. പിന്നെ അത്യാവശ്യം ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരു ഫാമിലി അതിൽ ചെറിയ സ്പേസ് ഉണ്ടാവും. ഫ്ലാറ്റിലൊക്കെ ശബ്ദം ബീപ്, ഈ ബീപ് 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 ശബ്ദം നമ്മൾക്ക് ഒരു അലാറം പോലെ, നമുക്ക് സാധാരണ എല്ലാം വാഷിംഗ് മെഷീനിൽ ഉള്ളത് പോലെ തന്നെയാണ് ഒരു ബീപ് ശബ്ദം വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഫാമിലിക്ക് ആയാലും ചെറിയൊരു സ്പേസ് ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ വലിയ വാഷിംഗ് മെഷീൻ ഒന്നും ഇടാൻ സൗകര്യം ഇല്ലാത്തത് ഈ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ. അത് മാത്രമല്ല, ഓഫീസ് പോയ ആൾക്കാർക്കോ ഇല്ല ബാച്ചിലർ ആൾക്കാർക്കോ ഇല്ല കോളേജ് സ്റ്റുഡൻറ്റ് ഇത് മോളെ റൂമിലേക്ക് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് അവർക്കൊക്കെ വാഷിംഗ് മെഷീൻ അത്യാവശ്യം എല്ലാവർക്കും ഇതാവും. പിന്നെ ഹോസ്റ്റലിലൊക്കെ അത് സൈഡിൽ കൊണ്ടുപോയിക്കാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് പൊന്തിക്കാൻ 10 കിലോ മാത്രം ഈസി ആയിട്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ട് എവിടെ ക്യാരി ചെയ്യാം. പിന്നെ അടിയിൽ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്, ബുഷ് ഉണ്ട്, അത് ഷേക്കിംഗ് ഇതും ആകാതെ ഷേക്ക് ആവില്ല, നോർമൽ. അപ്പൊ പിന്നെ വാഷ് ചെയ്യുമ്പോൾ അത് അവിടെ സ്റ്റക്ക് ആയിട്ട് നിന്നോളൂ. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കളയണ്ടേ, വെള്ളം കളയണ്ടേ? ഇപ്പൊ ഇവിടെ നമ്മള് ശരിക്കും ബാത്റൂമിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ആണ്. അപ്പൊ അതിനുള്ള സ്പേസ് ആണ് ഈ കാണുന്ന സ്പേസ് കേട്ടോ. ഇത് നമുക്ക് തുറന്ന് പുറത്തേക്ക് ഇങ്ങനെ വെറുതെ ഇട്ടാ മതിയാ? അതെ, വെള്ളം അവിടെ പുറത്തേക്ക് പോകും. ഓക്കെ, ചെളി വെള്ളം കണ്ടോ? ഇതാണ് ചെളിവെള്ളം വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരെണ്ണെടുത്ത് നോക്കണം എങ്ങനെയാണ്. ഷർട്ട് നമ്മൾ അഴുക്കുള്ള ഷർട്ടാണ് ഇട്ടത്. അപ്പോൾ ഇത് ഫുൾ കളയണവരെ ഇങ്ങനെ നിൽക്കണം. മതി. അപ്പോൾ ആ ഒരു ഷർട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കിയാലോ. ഒരു വൈറ്റ് ഷർട്ട് നമ്മൾ അഴുക്കുള്ളത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചുറ്റിലായി. അത് സാധാരണ എല്ലാം വാഷിംഗ് മെഷീനിലുള്ളത് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊളത്തി പിടിക്കില്ലേ. നമ്മൾ 3 ഷർട്ട് ഇട്ടുണ്ടായിരുന്നു. ആ 3 ഷർട്ട് ഒന്ന് കാണിക്കണം കേട്ടോ. 3 ഷർട്ട് അത് ഹാൻഡ് എല്ലാം കയ്യിലത്തെ ഇത് മൊത്തം ചുറ്റിലാണ്. അത് ക്ലിയർ ആയിട്ട് എടുക്കാം നമുക്ക്, ടെൻഷനൊന്നും വേണ്ട അല്ലേ. വാ, ഇതിൻ്റെ കോളറാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇതാ അടുത്തേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കോളർ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ക്ലീനിങ്. എന്തോരം അഴുക്കായിരുന്നല്ലോ ഇതിന്, ഇത്രയും ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടിയില്ല. இது மாத்திரம் இல்லைங்க, ஏழு செட்டு போட்டாலும் ஸ்கூல் யூனிஃபார்ம் குழந்தை மாதிரிலாம் ஸ்கூலுக்கு போயிட்டு வரும்போது அழுக்கு எல்லாமே க்ளீன் நீட்டாகிட்டு செய்யும். அது 10 நிமிஷம் வச்சா மதி, அது கூடுதலாயிட்டு தேவைப்படாது. 10 நிமிஷம் வச்சாலும் மதி. நீங்கள் பெட்ஷீட்டு மேட்டு இல்லை அந்த ബ്യൂട്ടി പാർലറിൽ യൂസ് ചെയ്ത ക്ലോത്ത്സ് ഏത് പോട്ടാലും വലിയ ബെഡ്ഷീറ്റ് ആയാലും കുഴപ്പമില്ല. അങ്ങനെ എന്ത് ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിച്ച് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. പുറത്തേക്ക് ഇടേണ്ടി വരും. ഇതാണ് ഒരു വൈറ്റ് ക്ലോത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന അഴുക്കെല്ലാം നോക്കിയില്ലേ എത്ര അഴുക്ക് ഇവിടെ മറ്റ വാഷിംഗ് മെഷീനിൽ കാലിൽ തേച്ച് പോട്ടാൽ മാത്രം தான் അഴുക്ക് പോകും. ഇതിൽ அப்படி ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഉള്ള ഇട്ടാലേ മതി. ഓക്കെ, ഇതിൽ നമ്മൾ 3 ഇട്ടുണ്ടായിരുന്നു. ആ ബാക്കി 2 ഷർട്ടും കൂടി വെറുതെ ഒന്ന് എടുത്ത് കാണിച്ചോ. ഇതൊരു ഷർട്ട്, അതും ക്ലീൻ ആയിട്ടുണ്ട്. മറ്റേ ഒരു ഷർട്ട് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ഷർട്ടാണ് നമ്മൾ ഇട്ടിട്ട്. ഇത് ഇനി ശരിക്കും വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉള്ളിൽ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇതാണ് നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 9 kg നിങ്ങൾക്ക് ലൈവായിട്ട് പ്രൂഫ് കാണിച്ചിട്ടുണ്ട്. എങ്ങനെ അഴുക്ക് പോകുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇത് ലൈവ് ആയിട്ടുള്ള ഇപ്പൊ 9 kg ആണ്. 9 kg ആണ് ഇപ്പൊ കാണിക്കുന്നത്. അത് ബസർ അടുക്കുള്ളത്. മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് 9 kg അല്ല, അതിൽ 6 kg 8 kg ഈ 3 ടൈപ്പിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മളിപ്പൊ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഫാക്ടറിയിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് എല്ലാ സ്ഥലത്തേക്ക് കൊറിയർ അയച്ചു തരുന്നതായിട്ട്, എവിടെ വേണമെങ്കിലും നമുക്ക് കൊറിയർ അയച്ചു അവിടെ നിങ്ങൾ കടയിൽ കേരള ഷോപ്പ് ഉണ്ടല്ലോ, തിരുച്ചൂരിലെ മണ്ണൂത്തിയിലുണ്ട്. അടിപൊളി. അത് നമ്മുടെ ആലുവയുണ്ട്, ആലുവ എറണാകുളത്തിൽ ആലുവ മെട്രോ സ്റ്റേഷന്റെ അടുത്തുണ്ട്. പിന്നെ കോഴിക്കോട്ടിലുണ്ട്. അപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ തന്നെ പോയിട്ട് അവിടെ തന്നെ പർച്ചേസ് ചെയ്യാനോ? അവിടെ പർച്ചേസ് ചെയ്യാൻ താഴെ നമ്പർക്ക് വിളിച്ചാൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട്
ഒരു ദിവസം 2 ദിവസത്തിൽ അവിടെ നിന്ന് എത്തിത്തോറും ഇവിടെ നിന്ന്. അപ്പൊ സെപ്പറേറ്റ് വേറെ ചാർജ് വരുമോ നമുക്ക് അവിടെ ഇവിടെ നിന്ന് ഒരു 300 രൂപ കിട്ടാ വരും അവിടെ മാത്രം. അവിടുന്ന് ഡയറക്റ്റ് അവിടെ നിന്ന് ഡയറക്റ്റ് മൊബൈൽ ചാർജ് വരാது. ഇവിടെ നിന്ന് അളിക്കുമ്പോൾ 300 രൂപ ട്രാൻസ്പോർട്ട് ചാർജ് മാത്രം വരും. ഓക്കെ അത് ട്രാൻസ്പോർട്ട് ചാർജ് അല്ലേ? അതെ. ഓക്കെ അവിടെ നിന്ന് നമ്മൾ വരുമ്പോൾ ട്രാൻസ്പോർട്ട് ചാർജ് കൊറിയർ ചാർജ് വേറെ എക്സ്ട്രാ വരും. അല്ലെങ്കിൽ നമുക്ക് കൊറിയർ ചാർജ് ഫാക്ടറി ആയതുകൊണ്ട് ഭയങ്കര ശബ്ദമാണ്. അപ്പോൾ കൊറിയർ ചാർജ് ഒന്നും വേണ്ട, ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ലൈവായിട്ട് മേടിക്കുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ഉദിതി വാഷിംഗ് മെഷീൻ 6 kg 8 kg 9 kg. ഇത് കൂടാണ്ട് നമുക്ക് മോട്ടർ ഉണ്ട്. 1 HP മോട്ടർ മാത്രമല്ലോ അല്ലേ? 1 HP ഉണ്ട്, 1/2 HP ഉണ്ട്. നിങ്ങൾ കസ്റ്റമർ ചോദിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്താണ് റിക്വയർമെന്റ് അതിനനുസരിച്ചിട്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി. എന്തായാലും എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഇഷ്ടപ്പെട്ട കളർ എന്ന് പറയുന്നത് മറു. ഇതും കൊണ്ട് ഞാൻ പോവും മോനെ. ഉദിതി വാഷിംഗ് മെഷീൻ. അപ്പോൾ താങ്ക് യു ഇത്ര നേരം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ഫാക്ടറിയിൽ വരണമെങ്കിൽ വരാം. അഡ്രസ്സ് ഒന്നുകൂടി ഒന്ന്. ഇത് കട്ട കോയമ്പത്തൂർ ചിന്നവരംപട്ടിയിലുണ്ട്. കോയമ്പത്തൂരിലെ ചിന്നവരംപട്ടി. ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടറി പ്രോസസ്സിംഗ് നടക്കുന്നതൊക്കെ ഇവിടെയാണ്. ഇവിടെ അതെ മൊത്തം എല്ലാ പക്കവും ഡയറക്റ്റ് ആയിട്ട് ഷോപ്പ് ഉണ്ട്. അപ്പൊ ശരി ടാറ്റ. അപ്പൊ ഇതുകൊണ്ട് ഞാൻ പോവാണ്. ബൈ.